CIT ആക്രമണത്തിൽ ഭയന്നോടിയ യുവാവിന് പരിക്കേറ്റ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. തൊഴിലാളി വർഗ പാർട്ടി എന്ന് പ്രഖ്യാപിച്ച് നടക്കുകയും തൊഴിലാളികളുടെ ആകെ സംരക്ഷകരെന്ന് വീമ്പിളക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷത്തിന് അതൊരു അപമാനമാണ്. അതിലുപരി ഈ വിഷയത്തെ ഭരണപരമായും അവരുടെ സംഘടിത ശക്തിയായും പോലീസിനെ ഉപയോഗിച്ചും ഒതുക്കി തീർക്കാനുള്ള ശ്രമം നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തി എന്തിന് ഭയന്നോടണമെന്നൊരു ചോദ്യമുണ്ട്. അതിൽ തന്നെ CITU എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ കഴിഞ്ഞ കാലത്തെ പ്രവൃത്തിയെ സംബന്ധിച്ചിടത്തോളമാണ്. അത്തരത്തിലുള്ള ആളുകളെ കണ്ടാൽ ഭയക്കേണ്ടതുണ്ടോ? അവരുടെ അവകാശങ്ങൾ ആരെങ്കിലും കവർന്നെടുക്കുന്നുണ്ടെങ്കിൽ, CITUവിൻ്റെ അവകാശങ്ങൾ ആരെങ്കിലും കവർന്നെടുക്കുന്നുണ്ടെങ്കിൽ നിരന്തരമായി ഇന്നലകളിലും ഇന്നുമായി അവർ അതിനെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്നത് മാരകായുധങ്ങളാണ്. ആ മാരകായുധങ്ങളുടെ അടി ഭയന്ന്, അവരുടെ ഭീഷണി ഭയന്ന് ഓടുകയോ അല്ലെങ്കിൽ ഒളിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ തെറ്റാണ്. അതുൾപ്പെടെ തിരുത്തി ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ. പോലീസ് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും പോലീസിനെ ഉപയോഗിച്ച് കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയാണെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു. ദൃശ്യമാധ്യമങ്ങളിൽ വാർത്തകൾ വന്നതിന് ശേഷം മാത്രമാണ് പോലീസ് കേസെടുക്കാൻ തയ്യാറായതെന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് തുറയാട്ടിൽ പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്നും തൊഴിലിടങ്ങളിലെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ തടയാനുള്ള നടപടി ഉണ്ടാക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. NCV ന്യൂസ് എടപ്പാൾ. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.